മൈ ഡ്രീം ഫുഡ് സ്റ്റോറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു എഗ് ലോലിപ്പോപ്പ് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 4 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് സ്ലൈസർ ഉപയോഗിച്ച് ഒന്ന് കുനുകുന അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് നമുക്ക് നന്നായിട്ട് സ്ലൈസർ ഉപയോഗിച്ച് നന്നായി ഇതുപോലെ പൊടി പൊടിയായിട്ട് നമുക്കതിൽ അരിഞ്ഞെടുക്കാൻ സാധിക്കും. ഒരു സവാള എടുത്ത് അതിനെ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതും അതുപോലെ കുനുകുന അരിഞ്ഞത്. 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് അതിലിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ചതച്ച വറ്റൽ മുളക്, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ നമുക്കിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് തന്നെ നമുക്ക് നന്നായി ഒന്ന് മുട്ടയും സവാളയും മാവും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം മുട്ടയുടെയും സവാളയുടെയൊക്കെ ആ ഒരു ഈർപ്പത്തിൽ തന്നെ നമുക്ക് മാവ് അതിനെ നന്നായി കുഴച്ച് എടുക്കാൻ പറ്റുന്നതാണ്. മുട്ടയുടെ ഷേപ്പിൽ നമുക്കതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായി അതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബ്രെഡ് നമുക്ക് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ ഉരുളകളെടുത്ത് നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിയിലും നമ്മളൊന്ന് അതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എണ്ണയിലിട്ട് വറുത്ത് കോരാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതിനെ ഒന്ന് വറുത്ത് കോരാൻ, കാരണം സവാളയൊക്കെ നന്നായി വേവാനുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നന്നായി ഇതിനെ നമുക്ക് വറുത്ത് കോരാം. 2 സൈഡും പതിയെ പൊട്ടിപ്പോകാതെ മറിച്ചിട്ട് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടെയാണ്. മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടെയാണ്. ഇതുപോലെ നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ കാണാൻ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ നമുക്ക് ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ടൊമാറ്റോ സോസ് കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ അല്ലുകുട്ടൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവൻ വളരെ ആസ്വദിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ.